എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 21 ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്കായിട്ട് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കൂട്ടുകാർക്കായിട്ട് നമ്മൾ സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസുമാണ് സമ്മാനമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മത്സരത്തിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാരുടെ പ്രശ്നം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക, വിജയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ്? ഉത്തരം MIP അഥവാ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്? ഉത്തരം 1971 ലൂണാർ റോവർ. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. യൂജിൻ സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ് എന്നിവർ ചന്ദ്രനിലിറങ്ങിയ വർഷം എപ്പോഴാണ്? ഉത്തരം 1972 ഡിസംബർ 12. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ആദ്യ ചാന്ദ്ര യാത്രയിൽ ലോക രാഷ്ട്രതലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം ഏതാണ്? ഉത്തരം ലോകനന്മ കൈവരിക്കാൻ മനുഷ്യൻ്റെ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യ ചാന്ദ്രയാത്രയിലെ യാത്രികർ എത്ര പേരായിരുന്നു? ആരൊക്കെയാണ് അവർ? ഉത്തരം 3 പേരായിരുന്നു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം, ശൂന്യം.
ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം സാറ്റേൺ 5. മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം നീൽ ആംസ്ട്രോങ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സൂപ്പർമൂൺ. വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആരാണ്? ഉത്തരം ജോൺ ഗ്ലെൻ, 77-ാം വയസ്സിൽ. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഏതാണ്? ഉത്തരം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഒളിമ്പസ് മോൺസ്. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏതാണ്? ഉത്തരം കാർട്ടോസാറ്റ് 1. വലയങ്ങളുള്ള ഗ്രഹം, അതായത് വലയഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ശനി. ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് സ്മാർട്ട് വാച്ചും ക്യാഷ് പ്രൈസും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ലേ കൂട്ടുകാർ? അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മത്സരത്തിൻ്റെ നിബന്ധനകൾ ശ്രദ്ധാപൂർവം വായിച്ച് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.